നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന ആൾക്കാരൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിർത്തി. അത് നമ്മൾ കണ്ടു. ആ ഒരു സിസ്റ്റമാണ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഏത് സിസ്റ്റത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിലും നമ്മുടെ സ്ഥാപനത്തിലും ഉണ്ടാക്കുന്ന കാര്യത്തിന്റെ പേരാണ് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറയുന്നത് വലിയ വലിയ കാര്യമൊന്നുമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിക്കാം എന്നാണ് ആദ്യമായിട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യത്യസ്തനായ ട്രെയിനർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ഒരു ഡോക്ടറാണ്. കൗൺസിലിംഗും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൗൺസിലിംഗും പേഴ്സണൽ കൗൺസിലിംഗ് ആണ് ഇപ്പോഴും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ എന്റർപ്രണേഴ്സ് ഒക്കെ ട്രെയിനിങ്ങിന് വരും, പേഴ്സണൽ കൗൺസിലിംഗിന് വരും. പ്രത്യേകിച്ച് എന്റർപ്രണേഴ്സ് പരസ്പരം തെറ്റുന്ന ആൾക്കാരുണ്ട്, 4-5 പേര് ചേർന്നുണ്ടാക്കിയ കമ്പനികൾ. അപ്പൊ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇനീഷ്യേഷൻ എടുക്കുന്നു. പിന്നെ ഞാൻ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ വിവാഹ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അതിനിടയിലൂടെയാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് മേഖലയിലേക്ക് വന്നത്. അപ്പോ പിന്നെ എന്താ പറയാ, ഒരു പേഴ്സണൽ ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്ന നീഡ് അസസ്മെന്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഇപ്പോ അൻവർജിയുടെ സ്ഥാപനത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അത് ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. അവിടെ സേവനങ്ങൾക്ക് ഭയങ്കര പ്രസക്തിയുണ്ട്. അപ്പൊ അവിടെ കസ്റ്റമൈസ്ഡ് ആയ ഒരു ട്രെയിനിങ് ഡെലിവറി അവിടെ നടത്തേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ ഫിയസ്റ്റ കാറ്റഗറിന്റെ സ്റ്റാഫിനൊരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ എന്താണ് അവിടുത്തെ നീഡ്, എന്താണ് അവിടെ ഏത് ടൈപ്പ് കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് സർവീസ് ആണ് അവിടെ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിട്ടാണ് ഇതാണ് നീഡ് അസസ്മെന്റിൽ പ്രധാനമായിട്ട് ചെയ്യാൻ വേണ്ടി പോണത്. ഇപ്പോ ഒരു സംരംഭകൻ പറയാണ്, ഞാൻ ഇടക്കിടക്ക് എന്റെ സ്റ്റാഫിനോട് ചൂടാവുന്ന ഒരു സാഹചര്യം എന്റെ സ്ഥാപനത്തിലുണ്ട്. ഗുളിക കഴിക്കുന്നത് പോലെ ദിവസം 4 നേരം ചൂടാവുന്നതാണ് എന്റെ സ്വഭാവം, അതുകൊണ്ട് സ്റ്റാഫ് ഇട്ടച്ച് പോകുന്നുണ്ട്. അവിടെ നീഡ് അസസ്മെന്റ് ഡിഫറെന്റ് ആണ്. കൂടെ നിർത്താൻ വേണ്ടിയില്ല ട്രെയിനിങ്. നമുക്ക് പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റാണ്, അറിവ് വളരെ കുറവാണ്, അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് വ്യത്യസ്തമാണ്. ചില ആൾക്കാർക്ക് അറിവ് വളരെ കൂടുതലുണ്ട്, നമ്മുടെ സ്ഥാപനത്തിനോട് കൂറ് കുറവാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ നീഡ് ബേസ്ഡ് ആയിട്ട് നമ്മളൊരു ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം. ആരെ നമുക്ക് കൂടെ നിർത്തണം, നമ്മുടെ സ്ഥാപനത്തിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ തൊഴിലാളി ആരാണെന്ന് മനസ്സിലാക്കുന്നതിനും ആരൊക്കെ കൂടെ നിർത്തണം, ആരൊക്കെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം എന്നതൊക്കെ നമുക്കൊരു ട്രെയിനിങ്ങിന് ശേഷം ഏതാണ്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെയുള്ള ഒരു ട്രെയിനിങ്ങിലൂടെ ഏതാണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാധാ ട്രെയിനിങ്ങിനപ്പുറത്ത് ട്രെയിനിങ്ങിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ട്രെയിനിങ് ആണ്, കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് ആണ് ഞാൻ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.